നമസ്കാരം. 3 വിദ്യാർത്ഥിനികളുടെ ആത്മഹത്യക്ക് പിന്നിൽ CPM. സത്യം വിളിച്ചു പറഞ്ഞു മുൻമന്ത്രി. ആലപ്പുഴയിൽ പോരുമുറുകുകയാണ്. പഴയ കേസുകളൊക്കെ ആയുധമാക്കി പ്രത്യാക്രമണവുമായിട്ട് സുധാകരൻ ഇപ്പോൾ പോര് നയിക്കുകയാണ്. അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ വ്യക്തി പോരിലേക്കും ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളിലേക്കും വഴിമാറുന്നു എന്നുള്ളതാണ്. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകം കഴിഞ്ഞ ദിവസം താൻ 3 വട്ടം സുധാകരനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആ ഫോണിൽ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദത്തിന് ഒരു മറുവാദം അല്ലെങ്കിൽ പ്രതികരണം നടത്തുകയാണ് ഇപ്പോൾ സുധാകരൻ. ഇവിടെ മുൻമന്ത്രിയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായിട്ട് സുധാകരൻ ആലപ്പുഴയിൽ CPM-നെതിരെ അല്ലെങ്കിൽ പിണറായിക്കെതിരെ രംഗത്ത് വന്നതോടെ തിരഞ്ഞെടുപ്പ് ഗോത പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. പാർട്ടി വിടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ താൻ 3 തവണ സുധാകരനെ വിളിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അദ്ദേഹം മനഃപൂർവ്വം ഫോൺ എടുക്കാതിരുന്നതാണ് എന്നുള്ള മുഖ്യമന്ത്രിയുടെ ദൃശ്യ മാധ്യമങ്ങളുടെ ഇടയിലൂടെ പറഞ്ഞ കാര്യങ്ങളിൽ ആ കാര്യങ്ങളോട് പൂർണ്ണമായിട്ടും യോജിക്കാതെ ഈ വാദത്തെ അടിമുടി റദ്ദാക്കുന്നതാണ് സുധാകരന്റെ വിശദീകരണം എന്ന് പറയപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ നമ്പർ തന്റെ ഫോണിൽ CM എന്നാണ് സേവ് ചെയ്തിട്ടുള്ളത് എന്നും ആ നമ്പറിൽ നിന്നും തനിക്ക് യാതൊരു കോളുകളും വന്നിട്ടില്ല എന്നുമാണ് സുധാകരൻ വ്യക്തമാക്കുന്നത്. ഇതോടെ മുഖ്യമന്ത്രി വിളിച്ചെന്ന് പറയുന്നത് ഏത് നമ്പറിൽ നിന്നാണ് എന്ന് പറയേണ്ടതുണ്ട്. ഈ വലിയ ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ ഉയരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നുണ പറഞ്ഞത് മുഖ്യമന്ത്രിയാണോ എന്നുള്ള ചോദ്യം ഉയരുന്നു. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് തലേ ദിവസം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി മുഖ്യമന്ത്രി വിളിച്ച കാര്യം പറഞ്ഞപ്പോഴും ഫോൺ വന്നിട്ടില്ലെന്ന് സുധാകരൻ തീർത്തു പറഞ്ഞിരുന്നു. സുധാകരന്റെ ഈ മറുപടി CPM-നും മുഖ്യമന്ത്രിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയായിരിക്കുകയാണ്. വെറുതെ പ്രതിരോധത്തിൽ നിൽക്കാതെ CPM-ന്റെ പ്രാദേശിക നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് സുധാകരൻ അമ്പലപ്പുഴയിൽ പ്രചാരണം ഇപ്പോൾ കൊഴുപ്പിക്കുന്നത്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന 2 സുപ്രധാന സംഭവങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും പൊതുചർച്ചയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഒന്ന്, സജീവന്റെ തിരോധാനമാണ്. കരിമണൽ ഖനന വിരുദ്ധ സമരത്തിൽ സജീവമായിരുന്ന CPM പ്രാദേശിക നേതാവായിട്ടുള്ള സജീവൻ, അതായത് തോട്ടപ്പള്ളി പെരിയന്റെ പറമ്പിൽ സജീവൻ, ആ സജീവന്റെ തിരോധാനത്തിൽ CBI അന്വേഷണം വേണമെന്ന് സുധാകരൻ ആവശ്യപ്പെടുകയാണ്. സജീവന് സംഭവിച്ചതുപോലെ ഒന്നുകൂടി സംഭവിച്ചാൽ അന്വേഷിക്കാൻ പോലീസും ഉണ്ടാവില്ല എന്ന് കഴിഞ്ഞ മാസം നടന്ന ലോക്കൽ കമ്മിറ്റിയിൽ വരുന്ന ഭീഷണി സ്വരങ്ങൾ അടക്കം സുധാകരൻ ആയുധമാക്കുകയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളുടെ ആത്മഹത്യ. 2008 അമ്പലപ്പുഴയിൽ 3 സ്കൂൾ വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CPM പ്രാദേശിക നേതൃത്വത്തിന്റെ പങ്ക് സുധാകരൻ തുറന്നു കാട്ടുകയാണ്. പ്രതികളായിട്ടുള്ള SDPI-ക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണെന്ന് പാർട്ടി സ്വീകരിച്ചത് എന്നും ഹർത്താൽ നടത്താൻ അന്നത്തെ സെക്രട്ടറി ഓമനക്കുട്ടനോട് ആവശ്യപ്പെട്ടിട്ടും ചെയ്തില്ല എന്നുകൂടി സുധാകരൻ ആരോപണം ഉന്നയിക്കുന്നു. സലാം 1 മാസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല എന്ന ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ അടക്കം സുധാകരൻ മുന്നോട്ട് വെക്കുകയാണ്. സ്ഥാനാർത്ഥിത്വം മോഹിച്ച് പാർട്ടി വിട്ട സുധാകരൻ ചെയ്തത് ഒരു മനുഷ്യനും ചേരാത്ത വർഗവഞ്ചനയാണ് എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം താൻ കണ്ടിട്ടില്ല എന്നും പിന്നീട് പ്രതികരിക്കാമെന്നുമുള്ള തണുത്ത മറുപടിയാണ് സുധാകരൻ അതിന് നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഫോൺ വിളി വിവാദത്തിലെ ദുരൂഹതയും പ്രാദേശിക CPM നേതാക്കൾക്കെതിരെ സുധാകരൻ ഉയർത്തുന്ന പഴയ കേസുകളും അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് ഗോതയെ പ്രക്ഷുബ്ധമാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ പ്രത്യാരോപണങ്ങൾ ആലപ്പുഴയിലെ പ്രചാരണത്തെ കൂടുതൽ കലുഷിതമാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അങ്ങനെ 3 വിദ്യാർത്ഥിനികളുടെ ആത്മഹത്യക്ക് പിന്നിൽ CPM പ്രാദേശിക നേതാക്കളാണ് എന്ന് സത്യം വിളിച്ചു പറഞ്ഞ മുൻമന്ത്രി ഈ അമ്പലപ്പുഴയിൽ അല്ലെങ്കിൽ ഈ ആലപ്പുഴയുടെ മണ്ണിൽ എന്താണ് സംഭവിപ്പിക്കാൻ പോകുന്നത്? സുധാകരനെ അവിടെ നിർത്തി പരാജയപ്പെടുത്തുക, അതിനുവേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുക എന്ന തലം വരെ CPM-ഉം പിണറായി വിജയനും പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് സുധാകരനെ അവിടെ നിർത്തി വിജയിപ്പിക്കാമെന്ന UDF-ന്റെ മോഹവും ചിലപ്പോൾ പാഴ്മോഹമാകുമെന്ന് പറയേണ്ടിയിരിക്കുന്നു.